പാകിസ്ഥാൻ, ഇറാൻ, ഇന്ത്യ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി 2004 ഇങ്ങനെ ഒരു കാര്യം പ്രഖ്യാപിക്കപ്പെട്ടതാണ് ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത്. പക്ഷെ പിന്നീട് ആ പദ്ധതി പൂർത്തിയായില്ല, അത് നടപ്പിലായില്ല. പല കാരണങ്ങൾ കൊണ്ട് അത് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് നമുക്ക് അറിയുന്നൊരു കാര്യം. ഇന്ന് നമ്മൾ നേരിടുന്ന LPG ദൗർലഭ്യം ഒരു പക്ഷേ അങ്ങനെ ഒരു പദ്ധതി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സംഭവിക്കില്ലായിരുന്നു. അതുമാത്രമല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം തന്നെ വലിയ രീതിയിൽ മാറുമായിരുന്ന, ഒരു സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷമൊക്കെ രൂപപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ആ പദ്ധതി പൂർത്തിയായില്ല. ആരാണ് അതിനെ അട്ടിമറിച്ചത്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ പദ്ധതി അട്ടിമറിച്ചത് അമേരിക്കയാണ്. ഇത് ഒരു വലിയ ചരിത്രമുള്ള ഒരു പദ്ധതിയാണ്. 1950കളിൽ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് വിഭാവനം ചെയ്ത് പിന്നീട് പക്ഷെ അത് മുന്നോട്ട് പോയില്ല. നരസിംഹറാവു പ്രധാനമന്ത്രി ആയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിന് ജീവൻ വെച്ചത്. അദ്ദേഹമാണ് ഇത് 1994 പുനരുജ്ജീവിപ്പിച്ചു. പക്ഷേ അത് വീണ്ടും മുന്നോട്ട് പോയില്ല. അത് പല കാരണങ്ങളാൽ തടസ്സപ്പെട്ടു. അപ്പം തടസ്സപ്പെടുമ്പോഴൊക്കെ അമേരിക്കയുടെ ഒരു പങ്ക് അതിനകത്തിലുണ്ട്. പിന്നീട് ഇത് ഗൗരവമായിട്ട് ഈ പദ്ധതി മുന്നോട്ട് വരുന്നത് 2004 അന്ന് ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് മണിശങ്കർ അയ്യർ ആയിരുന്നു ഈ പദ്ധതി നടപ്പാക്കാൻ തുടങ്ങിയത്. അപ്പോൾ അന്നാണ് ഇത് മുന്നോട്ട് വന്നത്. പക്ഷെ രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്തിൽ ഈ നേട്ടങ്ങളെല്ലാം കൊണ്ട് കളയുകയും ചെയ്തു. അപ്പോൾ ഈ കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടു കൊല്ലിച്ചതും നീയേ ചാപ്പ എന്നുള്ള രീതിയിലുള്ളൊരു താരതമ്യമാണ് ഈ പദ്ധതിയിൽ കോൺഗ്രസിനുള്ളത്. അതായത് കോൺഗ്രസ് ഇത് വിഭാവനം ചെയ്തു, പക്ഷെ കോൺഗ്രസ് തന്നെ ഈ പദ്ധതി ദൗർഭാഗ്യവശാൽ അട്ടിമറിച്ചത് അമേരിക്കയുടെ സമ്മർദ്ദത്തിലാണ്, UPA സർക്കാരാണ്. ഇത് നടന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഈ പാചകവാതക മേഖലയിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദൗർലഭ്യത്തിന് വലിയൊരു പരിധി വരെ പരിഹാരം ഉണ്ടായിരുന്നു. കാരണം ഇതിന് മറ്റൊരു സാധ്യത കൂടി ഉണ്ടായിരുന്നു. ഇറാനിൽ നിന്ന് തുടങ്ങി ആ പദ്ധതി ആദ്യം വിഭാവനം ചെയ്തത്, അത് പിന്നീട് ഈ ഇറാനിലെ അസ്ലിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്തു നിന്നുമാണ് ഈ പൈപ്പ് ലൈൻ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് ഇത് പാകിസ്ഥാനിലെ മുൽത്താൻ എത്തുമ്പോഴത്തേക്കും അത് തുർക്ക്മെനിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അതിൽ നിന്നുമുള്ള ഒരു പൈപ്പ് ലൈനുമായിട്ട് ഇത് ഇന്റർസെക്ട് ചെയ്യും. അതായത് ഈ തുർക്ക്മെനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറിലൂടെയാണ് ഇത് പോകുന്നത്. അങ്ങനെ ഇത് അവിടെ ചെന്നിട്ട് ഈ രാജ്യങ്ങളിലെ ഈ പൈപ്പ് ലൈനുമായിട്ട് വേണമെങ്കിൽ ഇത് ബന്ധിക്കാൻ, ആ തുർക്ക്മെനിസ്ഥാൻ പൈപ്പ് ലൈനെ വേണമെങ്കിൽ റഷ്യയുമായിട്ട് ബന്ധിപ്പിക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പ്രദേശത്തിന്റെ ഊർജ സുരക്ഷിതത്വത്തിന് വലിയൊരു അളവിൽ പരിഹാരവും ഊർജ സുരക്ഷിതത്വം ഉറപ്പു നൽകുകയും ദക്ഷിണേഷ്യയിലും സെൻട്രൽ ഏഷ്യയിലും ഊർജ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്ന ഒരു മഹാപദ്ധതിയായിട്ട് മാറേണ്ട ഒരു പദ്ധതിയായിരുന്നു. ദൗർഭാഗ്യവശാൽ ആ പദ്ധതി രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് അട്ടിമറിക്കപ്പെട്ടു. പക്ഷെ ഇത് ആദ്യ UPA സർക്കാരിന്റെ കാലത്ത് ഇത് വളരെ ആക്റ്റീവായിട്ട് ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുകയും അത് വളരെ വളരെ ഒരു നടക്കുന്ന ഒരു കാര്യമാണെന്നുള്ള നിലയിലേക്ക് എത്തുകയും ചെയ്തു. അന്ന് പെട്രോളിയം മന്ത്രിയായി ആദ്യം വരുന്നത് മണിശങ്കർ അയ്യരാണ്. പിന്നീട് പെട്രോളിയം മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന തൻവീർ അഹമ്മദ്, അദ്ദേഹത്തിന് ആണ് ഈ പദ്ധതിയുടെ ചുമതല ഏൽപ്പിച്ചത്. അങ്ങനെ ഈ പദ്ധതിയുടെ ചുമതല ഏൽപ്പിക്കുമ്പോഴാണ് പെട്ടെന്ന് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് ഇത് ഹാനികരമാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ അമേരിക്ക ഇറാന് നേരെ ഒരുപാട് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ ഉപരോധങ്ങൾ ഇന്ത്യക്ക് നേരെയും അമേരിക്ക ഏർപ്പെടുത്തും എന്ന് അമേരിക്ക പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പം പെട്ടെന്ന് ഇന്ത്യ ആകെ ഇതിനകത്തിലൊരു വല്ലായ്മ ഇന്ത്യക്ക് തോന്നി തുടങ്ങി. അങ്ങനെയാണ് ഇതിൽ നിന്നും പിന്മാറുന്നത്. ഈ ഒരു സമയത്ത്, ഈ പദ്ധതി നടപ്പാക്കുന്ന ഒരു സമയത്ത് വേറെയും ഒരുപാട് ഉദ്വേഗജനകമായ സംഭവ വികാസങ്ങൾ ഉണ്ടായി. അന്നാണ് കാശ്മീർ വിഷയത്തിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് OIC ഇന്ത്യക്കെതിരെ ഒരു പ്രമേയം ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് മുമ്പാകെ അവിടെ കൊണ്ട് അവതരിപ്പിക്കുകയും അതിന് അമേരിക്കയുടെ പിന്തുണയുണ്ടായിരുന്നു. ഈ OIC അമേരിക്കയുടെ പിന്തുണയോടെ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കം നടത്തി. പക്ഷെ അന്നത്തെ വിദേശകാര്യമന്ത്രിയായിരുന്ന ദിനേശ് സിംഗ്, അദ്ദേഹം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലായിരുന്നു. എന്നിട്ട്
ബെഡോടെയാണ് പിന്നെ ടെഹ്റാനിലോട്ട് വിട്ടതെന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അവിടെ പോയിട്ട് ഇറാന്റെ അന്നത്തെ നേതാവായിരുന്ന പിന്നെ ഹഷ്മി റഫ്സഞ്ചാനി, ആ ഹഷ്മി റഫ്സഞ്ചാനിയായിട്ട് ചർച്ച നടത്തി അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് ഇറാന് ഈ OIC-യുടെ നീക്കത്തെ തടഞ്ഞു. അങ്ങനെ തടയാൻ അതിന് വേറെ കാരണമുണ്ട്. ഇറാന്റെ സ്നേഹമൊന്നും അല്ല അത്, അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ എന്നിരുന്നാലും ഇറാൻ അത് പ്രത്യക്ഷത്തിൽ അത് ചെയ്തു. അത് നമുക്ക് വേറൊരു ചർച്ചയിൽ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പൊ അന്ന് അങ്ങനെ ചെയ്തതിന് ശേഷം ഇവര് പിന്നെ ഇന്ത്യ ബദലായിട്ട് ഇറാന് കൊടുത്ത ഒരു വാഗ്ദാനമാണ് ഈ ഒരു പൈപ്പ് ലൈൻ പണിഞ്ഞ് ഇതിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമെന്ന്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അനുഗ്രഹമായിരിക്കും, ഇന്ത്യക്കും അനുഗ്രഹമാണ്. ഇറാന് അമേരിക്കൻ ഉപരോധം കാരണം നട്ടം തിരിയുന്ന ഇറാന് ഈ പിന്നെ പ്രകൃതിവാതകം സുഗമമായി വിൽക്കാനുള്ള ഒരു സാഹചര്യമാണ്. പാകിസ്ഥാനും ഇന്ത്യക്കും പ്രകൃതിവാതകം ആവശ്യമുണ്ട്. അത് മാത്രമല്ല, പാകിസ്ഥാന് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകാവുന്ന പദ്ധതിയായിരുന്നു. കാരണം ഈ പൈപ്പ് ലൈൻ ട്രാൻസിറ്റ് ഫീസ് എന്ന് പറഞ്ഞ പാകിസ്ഥാനിലൂടെയാണ് ഇന്ത്യയുടെ പഞ്ചാബിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ അതിനൊരു ഫീസ് കിട്ടുമായിരുന്നു. അത് സംബന്ധിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ത്യക്കും പാകിസ്ഥാനും ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ വലിയൊരു തുകയാണ് ആവശ്യപ്പെട്ടത്, ഇന്ത്യ അത് കുറയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിലും ചർച്ചകളിലൂടെ അത് പരിഹരിക്കപ്പെടുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാന് വലിയ സാമ്പത്തിക നേട്ടമുണ്ടായിരുന്നു. പാകിസ്ഥാന്റെ ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരമാവുക, ഇന്ത്യയുടെ ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരമാവുമായിരുന്നു. റഷ്യയുമായിട്ടുള്ള പൈപ്പ് ലൈനിലോട്ട് ലിങ്ക് ചെയ്യുന്നതോടുകൂടി പിന്നെ ഇത് കൂടുതൽ പ്രയോജനം ലഭിക്കുമായിരുന്നു. ദൗർഭാഗ്യവശാൽ ഇതൊന്നും നടന്നില്ല. അങ്ങനെയാണ് അന്ന് ബദലായിട്ട് അമേരിക്ക ഇന്ത്യക്ക് ഒരു നിർദ്ദേശം വെച്ചു. അതായത് പിന്നെ അമേരിക്ക ന്യൂക്ലിയർ ടെക്നോളജി ഇന്ത്യക്ക് നൽകുകയും അങ്ങനെ ഇന്ത്യ അമേരിക്ക ന്യൂക്ലിയർ ചർച്ചകൾ നടക്കുകയും ചെയ്തു. ഈ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്താണ്. അങ്ങനെ മൻമോഹൻ സിംഗ് ഈ ഒരു വിഷയത്തിൽ അമേരിക്കയുമായിട്ട് യോജിച്ചു. അങ്ങനെ യോജിച്ചിട്ടാണ് ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെടുന്നത്. ഇപ്പോ UPA പിന്നെ ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്നുണ്ട്, ഈ പിന്നെ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങി എന്നുള്ളത്, ഇറാനെ സഹായിക്കുന്നില്ല എന്ന്. പക്ഷെ ഇത് തന്നെ ആയിരുന്നു UPA സർക്കാരും ചെയ്തിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും DMKയും അടങ്ങിയ UPA ആ 2009 ആ കാലഘട്ടത്തിൽ UPA ഇത് തന്നെ ചെയ്തു. അമേരിക്കയുടെ ആയിട്ട് ന്യൂക്ലിയർ കരാർ ഒപ്പിടുന്നതിന് വേണ്ടി അമേരിക്ക പറഞ്ഞിട്ടുള്ള ഈ പൈപ്പ് ലൈൻ ഉപേക്ഷിച്ചു. അതായത് ഇതിലൊന്നും ആരും അത്ര വലിയ വിശുദ്ധരല്ല. ഓരോ സമയത്തും അധികാരത്തിന് പുറത്തിരിക്കുമ്പോൾ നമ്മൾ അധികാരത്തിലുള്ളവരെ വിമർശിക്കും. അങ്ങനെ വിമർശിച്ചിട്ട് നമ്മൾ സ്വന്തം കൈകഴും. ഈ ഒരു പിന്നെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇപ്പോ ഈ ഇന്ത്യക്ക് ഈ ഊർജ പ്രതിസന്ധി അല്ലെങ്കിൽ ഇന്ത്യയുടെ LPG ക്രൈസിസ് നിലനിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ആ പൈപ്പ് ലൈന് ഇന്ത്യക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് വലിയൊരു ദൗർഭാഗ്യമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഊർജ പ്രതിസന്ധിക്ക് വലിയ പരിഹാരം കാണുമായിരുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ മേലുള്ള ഈ ആവശ്യമില്ലാത്ത ഉപരോധങ്ങളെ ഇറാന് മറികടക്കാൻ അത് വലിയൊരു സഹായമായിരുന്നേനെ. ദക്ഷിണേഷ്യയുടെ മുഴുവൻ തന്നെ ഊർജ മേഖലയുടെ ഒരു ചിത്രം മാറ്റി വരയ്ക്കുമായിരുന്നു. ദൗർഭാഗ്യവശാൽ ഇതൊന്നും നടന്നില്ല. ഇനി ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം എഴുതിയിട്ട് കാര്യമില്ല. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെ ഒരു സംഭവ വികാസം ആ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളത് ഇന്ന് ഒരുപാട് പേരും മറന്നുപോയിരിക്കുന്ന ഒരു സത്യമാണ്. ആ മറന്നുപോയിരിക്കുന്ന ആ പദ്ധതി ഒരുപക്ഷെ ഭാവിയിൽ ഏതെങ്കിലും കാലത്തിൽ പുനരുജ്ജീവിപ്പിച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ പുനരുജ്ജീവിപ്പിച്ചാൽ ദക്ഷിണേഷ്യയുടെ, അതായത് ഇപ്പൊ ഇന്ത്യയിൽ വരുന്ന പൈപ്പ് ലൈൻ വേണമെങ്കിൽ ബംഗ്ലാദേശിലോട്ട് നീട്ടാം, പിന്നെ പൈപ്പ് ലൈൻ മ്യാൻമാറിലോട്ട് പോകാം, അതിന് നേപ്പാളിലോട്ട് പോകാം. ചുരുക്കി പറഞ്ഞാൽ ഈ മുഴുവൻ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കും അത് പ്രയോജനപ്രദമാവുമായിരുന്നു. അത് ഓരോ രാജ്യങ്ങൾക്കും അതിൽ നിന്ന് പ്രയോജനം ഉണ്ടാകുമായിരുന്നു. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് വലിയ ഗുണം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ വന്നാൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം തന്നെ മെച്ചപ്പെടുമായിരുന്നു. കാരണം ഈ പൈപ്പ് ലൈൻ നിലനിൽക്കേണ്ടത് പിന്നീട് പാകിസ്ഥാന്റെയും കൂടെ ആവശ്യമാവുമായിരുന്നു. അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു പിന്നെ സംഘർഷങ്ങളിൽ നിന്നും ഈ മേഖല മുക്തി നേടിയത്. എന്തായാലും ശരി, പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചത്ത കുഞ്ഞിന്റെ ജാതകം ഇനി എഴുതിയിട്ട് കാര്യമില്ല. ഇത് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.